ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിച്ചൂസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഹൈദരാബാദി ടൈപ്പ് ചിക്കൻ കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇതിനായി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈരിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ചതച്ച മല്ലി, 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച നല്ല ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തതിന് ശേഷം ഞാനിവിടെ 2 സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ ഒരു പിടി പുതിനയില കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മസാലയിലേക്ക് 1 കിലോ ചിക്കൻ മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. മസാല പുരട്ടിയതിന് ശേഷം 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു ചൂടായ കടായിലേക്ക് മസാല പുരട്ടിയ ചിക്കൻ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൈദരാബാദി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.